ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഉത്തർപ്രദേശിലെ മാർക്കറ്റിലേക്കാണ്. നമുക്ക് പോയിട്ട് വരാം. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്ക് നേരെ മാർക്കറ്റിലേക്ക് വിട്ടു. വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റോളം ദൂരമുണ്ട് മാർക്കറ്റിലേക്ക്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നേരെ മാർക്കറ്റിലേക്ക് എത്തി. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലെ എല്ലാ പച്ചക്കറികളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഗ്രീൻ പീസ് ഡ്രൈ ആയിട്ടാണ് കിട്ടുന്നത്, പക്ഷേ ഇവിടെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഗ്രീൻ പീസ് കിട്ടും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ക്യാരറ്റൊക്കെ ഓറഞ്ച് കളറിലാണ്, ഇവിടുത്തെ ക്യാരറ്റ് നല്ല റെഡ് കളറിലാണുള്ളത്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ വാങ്ങി. അതിനുശേഷം പിന്നെ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുന്ന കടയിലേക്കാണ് പോയത്. അതിനുശേഷം പിന്നെ നമ്മൾ സ്നാക്സ് കടയിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ഇവർ തന്നെ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസാണ്, കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കപ്പലണ്ടി മിഠായി മേടിച്ചു. അതിനുശേഷം നമ്മൾ നേരെ വിട്ടത് ബിർള മന്ദിർ കാണാനായിട്ടാണ്. അപ്പം അത് ഇവരുടെ തന്നെ ക്വാർട്ടേഴ്സിൻ്റെ അകത്തായിട്ടാണ് ബിർള മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിലേക്ക് കയറുന്ന ആ ഒരു എൻട്രി ഭാഗം ഫുള്ള് ചെടികളും മരങ്ങളും ഒക്കെ കൊണ്ട് അവർ ഫുള്ള് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അമ്പലം കാണാം. അപ്പോൾ ആ കാണുന്നതാണ് അമ്പലം. അങ്ങനെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഫുള്ള് റോസാ ചെടികളായിരുന്നു, നിറയെ പൂവുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അമ്പലത്തിന് വെളിയിലായിട്ട് സെക്യൂരിറ്റീസ് നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഫോൺ ഉള്ളിൽ അലൗഡ് അല്ലായിരുന്നു. വെളിയിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം, പക്ഷേ അമ്പലത്തിനകത്ത് ഫോൺ അലൗഡ് അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെളിയിലുള്ള വീഡിയോസൊക്കെ എടുത്തു. നേരെ പിന്നെ ഞാനും ഏട്ടനും കൂടെ തൊഴാനായിട്ട് പോയി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ സമയമായപ്പോൾ രാത്രി ഒരു 7 മണിയൊക്കെ ആകാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ലക്നൗവിലെ വിശേഷങ്ങൾ. പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.